നമുക്ക് കുറച്ചേരം ഈ തൊപ്പിനി വാക്കും കേട്ടോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ POV ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറെ ഫെയിം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട്. എന്റെ ഫാമിലി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നല്ല, മലബാർ ഏരിയയിലെല്ലാം കുറെ ഫാമിലീസ് അങ്ങനെ ഓർത്തഡോക്സ്, എക്സ്ട്രീംലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മനസ്സിലാവും. അത് നിങ്ങൾ ഈ POയിൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ. പിന്നെ എന്താ അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത്. പക്ഷെ അവരെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട്. ഒക്കെ എതിരാണ്. മനസ്സിലാവും. ഇതൊന്നും നല്ലതല്ല. സത്യം പറഞ്ഞാൽ ഹറാം. മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാണ്. അപ്പൊ ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. തൊപ്പി നമുക്കൊരു കാര്യം മനസ്സിലായി. തൊപ്പി എത്രത്തോളം നല്ലതാണെന്ന് അല്ലേ? തൊപ്പിൻ്റെ സത്യമാണ്. ചുറ്റുള്ളവരെ നമ്മളെപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങളാണ് തൊപ്പി പറഞ്ഞത്. ഇത് എത്രത്തോളം അർത്ഥമുണ്ടെന്ന്, എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ഈ വാക്കുകളിൽ തന്നെ നമുക്കറിയാൻ പറ്റും.